afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. PDF കാണാലോ. Good afternoon. Page number 44. Okay, good afternoon to all. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റില് സ്കിൽസ് വരെ എടുത്തിരുന്നു അല്ലെ? എന്തൊക്കെ സ്പെഷ്യൽ സ്കിൽസ് ആണ് അവർക്ക് വേണ്ടത്? Communication skill, information collection and management skill, planning and organizing, attending to detail, customer service skill,
അഡാപ്റ്റബിലിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇത്രയാണ് ഇവിടെ പ്രധാനപ്പെട്ട സ്കിൽസുകൾ എന്ന് പറയുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി the most critical skills include, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത് ടെലിഫോൺ എറ്റിക്യൂട്ടി ആണ്. ഓക്കെ, ടെലിഫോൺ എറ്റിക്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ടെലിഫോണിൽ പാലിക്കേണ്ട മര്യാദകളാണ് അല്ലെ. When a patient calls, the way in which the front desk person handles the telephone call determines how the facility is perceived. The medical office receptionist must be a good listener and maintain confidentiality besides having a good phone manners. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് എന്താ ടെലിഫോൺ എറ്റിക്യൂട്ടി എന്ന് പറയുന്നത്. കാരണം ഫോണിലൂടെ ബിഹേവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, ഫോണിലെ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് നമ്മൾ. അതായത് പ്രത്യേകിച്ച് ചില സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് ഫോണിലൂടെ ആയിരിക്കും പല പേഷ്യൻസിനും കോൺടാക്ട് ചെയ്യുന്നത് അല്ലെ. പല വിവരം ഇൻഫർമേഷൻസ് ഒക്കെ അറിയാനും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്താണ് പല പേഷ്യൻസ് വിളിക്കുന്നത് ഫോൺ കോൾസിലൂടെ ആയിരിക്കും. ആ ഒരു സമയത്ത് ഏറ്റവും നല്ലൊരു ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താണ് ടെലിഫോൺ എറ്റിക്യൂട്ടീസ് ഇവർ പാലിക്കുന്നത് അത്യാവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം അല്ലെ. അവർ വിളിക്കുന്ന ആൾക്കാർ പറയുന്ന, പേഷ്യൻസ് പറയുന്ന, കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങള് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കേട്ട് അതോടൊപ്പം തന്നെ എന്താണ് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ് അവരോട് വളരെ മാനേഴ്സിലായിരിക്കണം, ഗുഡ് മാനേഴ്സിലായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ടെലിഫോൺ എറ്റിക്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ച് ഫോൺ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എങ്ങനെയുള്ള ഒരു ടോക്ക് ആയിരിക്കണം നമ്മള്? വളരെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കുക അല്ലെ. പ്ലസന്റ് ആയിട്ട് നേരിട്ടാണെങ്കിലും നല്ല രീതിയിൽ അവരോടൊന്ന് സ്മൈൽ ചെയ്യുക. ദെൻ ഫോണിലൂടെ ആണെങ്കിൽ എങ്ങനെ ഇരിക്കണം? പ്ലസന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. സ്പീക്ക് ക്ലിയർലി, വളരെ വ്യക്തതയോടുകൂടി സംസാരിക്കണം. മേക്ക് ദം വെൽക്കം, പിന്നെന്താണ് അവർ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ചെയ്യരുതാത്തത്? എന്താണ് ഡിസ്ട്രാക്ട് ചെയ്യരുത്. എന്താണ് ഡിസ്ട്രാക്ട് എന്ന് പറയുന്നത്? ഡിസ്ട്രാക്ട് എന്താണ്? ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാതിരിക്കണം? എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കാതിരിക്കരുത് അല്ലെ. ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ഒരിക്കലും എന്താണ് ഷൗട്ട് ഓർ വിസ്പർ. എന്താണ് ഷൗട്ട് ഓർ വിസ്പർ എന്ന് പറയുന്നത്? ഒരിക്കലും ഫോണിൽ കൂടി ഷൗട്ട് ചെയ്ത് സംസാരിക്കാമോ? വിസ്പർ മീൻസ് ഭീഷണിയോടെ, അങ്ങനെ ഭീഷണിയൊക്കെ വിളിച്ച് അയാളെ വാൺ ചെയ്തൊക്കെ സംസാരിക്കാമോ? ഇല്ല. ദെൻ ഓക്കെ, ഹോൾഡ് ഫോർ ടു ലോങ്. ഒരു കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് നമ്മള് ഒരുപാട് സമയം ആളെ ആ ഒരു കോളിൽ തുടരാനായിട്ട് അനുവദിക്കാമോ? അല്ലെങ്കിൽ ഡിലേ ചെയ്യാൻ പാടുണ്ടോ? അല്ല അല്ലെ. യെസ്, പ്രസന്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യം അപ്പൊ തന്നെ പറയാം. വെയിറ്റ് ചെയ്യാനാണെങ്കിൽ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആള് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് ആളതിങ്ങനെ ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഫസ്റ്റ് വൺ എന്താണ് ചെയ്യേണ്ടത്? സ്മൈൽ ആൻഡ് പ്ലീസ് ടോക്ക്, സ്പീക്ക് ക്ലിയർലി, മേക്ക് ദം വെൽക്കം. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഡിസ്ട്രാക്ട് ചെയ്യരുത്, ഷൗട്ട് ചെയ്യരുത്, അതുപോലെ തന്നെ ഒരു ഭീഷണിന്റെ സ്വരത്തിലാണ് സംസാരിക്കരുത്, ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് നിർത്തരുത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ? ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ട് ഓഫീസ് വർക്ക് ഫ്ലോ ചാപ്റ്റർ കഴിഞ്ഞു. ഇതിലെ സ്കിൽസിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ സ്കിൽസ് പഠിക്കണം. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിരുന്നു പോയിന്റ്സുകൾ ടിക്ക് ചെയ്ത് തന്നിരുന്നോ? മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പോയിന്റ് ടിക്ക് ചെയ്ത് തന്നിരുന്നോ?
ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്? ഇല്ല. ഓക്കെ, ഞാൻ പറയുന്ന അനുസരിച്ച് ടിക്ക് ചെയ്യട്ടോ, ടിക്ക് ചെയ്യട്ടോ. ഓക്കെ, ഇവിടെ ഫോർത്ത് പോയിന്റ് ടിക്ക് ചെയ്യാം. ഫോർത്ത് പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. ഫോർത്ത് പോയിന്റ് ടിക്ക് ചെയ്യാം. ബാക്കിയൊന്നും പഠിക്കണ്ട എന്നല്ല പറയുന്നത്, സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞത് കേട്ടോ. ഫോർത്ത് പോയിന്റ് ടിക്ക് ചെയ്യാം. Sixth point. Assist patients to complete all necessary forms and documentation including medical insurance. ഈ സിക്സ്ത് പോയിന്റ് എടുക്കേട്ടോ. 4, 6, 4, 6, 6 ടിക്ക് ചെയ്യാട്ടോ. 4, 6. The 9th point. Inform patients about medical office procedures and policy. 9th point. 9th point നോക്കൂ, ടിക്ക് ചെയ്യാട്ടോ. Inform patients about medical office procedures and policy. Then year point. Schedule hospital admissions, test, scan and outside appointment for patient. കണ്ടോ? Schedule hospital admission എന്ന പോയിന്റ് കണ്ടോ? ഇത് ടിക്ക് ചെയ്യാം. Schedule hospital admissions, test, scan and outside appointments for patients. The last point. ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ബാക്കിയെല്ലാം പഠിക്കണ്ടെന്നല്ല, പഠിക്കണം. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് യൂണിറ്റ് 10 ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ ഇൻപേഷ്യന്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞോ? പേജ് നമ്പർ 49. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. സ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണമെന്നില്ല, പേരുകൾ ഒപ്പ് വെച്ചാലും മതി കേട്ടോ. എക്സ്പ്ലനേഷൻ വേണമെന്നില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചില ക്വസ്റ്റ്യൻസ് നോക്കിക്കൊള്ളുന്നാലും കേട്ടോ. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹോസ്പിറ്റലിലെ വാർഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? കാണാത്തവരായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? ഹോസ്പിറ്റൽ വാർഡ് വാർഡ്സ് കണ്ടിട്ടുണ്ടാവല്ലോ. എന്തുകൊണ്ടാണ് അതിനെ വാർഡ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്? എന്താണ് അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്? ഒരു വാർഡിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു പേഷ്യന്റ് മാത്രമാണോ ഒരു വാർഡിൽ ഉണ്ടായിരിക്കുക? ഒരു പേഷ്യന്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ? അല്ല അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം ഡെഫിനിഷൻ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term depending upon the severity of the condition. A ward എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂമാണ്. ഹോസ്പിറ്റൽ ഒരു റൂമാണ് അല്ലെ വാർഡ് എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും? ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? ഏകദേശം ഒന്നിൽ കൂടുതലധികം പേരെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിൽ നമ്മള് അതായത്
ട്രീറ്റ്മെന്റിനനുസരിച്ച് അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് എന്താണ് ഒരു റൂമിൽ നമ്മൾ കുറച്ച് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് വാർഡുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു വാർഡിൽ എത്രത്തോളം ബെഡുകൾ ഉണ്ടാവും? ഒരു വാർഡില് എത്രത്തോളം ബെഡ് ഉണ്ടാവും? എത്രത്തോളം ബെഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും ഒരു വാർഡില്? അത് ആ റൂമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. റൂമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അതിന്റെ ബെഡ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? യെസ്, ഓക്കെ, യെസ്. ഇനി stay can be long term or short term depending upon the severity of condition. നമ്മൾ ഒരു വാർഡില് ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇവിടെ അഡ്മിഷൻ വരുന്നത്? അഡ്മിഷൻ വരുന്നത് എങ്ങനെയാണ് ഇവിടെ? ലോങ് ടേമും വരുന്നുണ്ടോ ഷോർട്ട് ടേമും വരുന്നുണ്ടോ? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അവരുടെ അവസ്ഥയുടെ തീവ്രത അനുസരിച്ചിട്ട് അല്ലെ. അതായത് സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണോ ഷോർട്ട് ടേം പീരീഡിലെ ആളെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് അല്ലെ. ഓക്കെ, യെസ്. അതായത് ചികിത്സ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ വാർഡ് എന്ന് പറയുന്നത് എന്താണ്? ആശുപത്രിയിലെ ഒരു റൂമാണ് എന്ത് വാർഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു കുറച്ച് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളൊരു വാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ അതായത് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന് മാത്രമാണ് പേഷ്യൻസ് അവിടെ എത്തിച്ചേരുന്നത്. അത് ഷോർട്ട് ടേമും വരാറുണ്ട്, ലോങ് ടേമും വരാറുണ്ട്. അപ്പൊ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അവരുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ അത് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ലോങ് ആണോ ഷോർട്ട് ടേം ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണോ തിരഞ്ഞെടുക്കുന്നത് ആളുടെ രോഗാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അവസ്ഥയുടെ തീവ്രത അനുസരിച്ചിട്ടാണ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നമ്മളവിടെ തീരുമാനിക്കുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ വാർഡ് എന്താണെന്ന്? ഇനി ആ ടെക്സ്റ്റിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് മാത്രം അണ്ടർലൈൻ ചെയ്തേ. ഞാൻ പറയുന്ന സെന്റൻസ് മാത്രം കേട്ടോ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. ആ പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. Ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Okay. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ വാർഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഇതിന്റെ പർപ്പസ്? എന്താണ്? രോഗികൾക്ക് അസുഖം ഉണ്ടാവുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ നമ്മൾ വാർഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആണോ? ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും മാത്രം വേണ്ടിയാണോ വാർഡുകള്? അല്ല അല്ലെ. നോക്കാം. Yes, the purpose of any hospital wards. Hospital wards-ന്റെ purpose എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? Diagnosis and treatment, promoting health, teaching, research, rental professional nursing and medical care to patients, then provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. Okay, ഫസ്റ്റ് പർപ്പസ് എന്താണ് ഹോസ്പിറ്റൽ വാർഡിന്റെ? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് വാർഡ് ഉള്ളത്? രോഗങ്ങൾ നിർണ്ണയിക്കാനും ചികിത്സിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെ വാർഡ് ഉപയോഗിക്കുന്നത് അല്ലെ. രോഗങ്ങള് നിർണ്ണയിക്കുന്നതിനും അതിന്റെ ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. Then promoting health. എന്താണ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്ന് പറയുന്നത്? ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടീച്ചിങ്. എന്താണ് ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്നത്? ടീച്ചിങ് ആർക്കാണ് വാർഡ് ടീച്ചിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? ടീച്ചിങ് ഫെസിലിറ്റീസ് ആർക്കൊക്കെയാണ് വാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കുമില്ലേ?
പേഷ്യൻസിന്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസിന് അല്ലെ, മെഡിക്കൽ സ്റ്റുഡൻസിനാണ്. വെരി ഗുഡ്. യെസ്, മെഡിക്കൽ സ്റ്റുഡൻസിന് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള പല പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് എന്താണ് മെഡിക്കൽ സ്റ്റാഫിനും അതുപോലെ നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ എന്താണ് ടീച്ചിങ് പർപ്പസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ സഹായകരമാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പർപ്പസ് എന്താണ്? റിസർച്ച്. റിസർച്ച് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിന് അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ചിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ വാർഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. എന്താണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്? രോഗികൾക്ക് എങ്ങനെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ കൊടുക്കുന്നത്? എങ്ങനെയുള്ള ഒരു പരിചരണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് വൈദ്യ പരിചരണം ഉറപ്പുവരുത്താൻ അല്ലെ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ളൊരു മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ പേഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഓക്കെ, പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. ലാസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, essential drugs and all other stores requirements for patient care in an organized manner. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നതെന്ന് വായിച്ചു നോക്കിയേ. ലാസ്റ്റ് പറയുന്ന പർപ്പസ് എന്താണ് ഹോസ്പിറ്റൽ വാർഡിന്റെ? പ്രൊവൈഡ് necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. ഒരു രോഗപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉപകരണങ്ങളും അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള മരുന്നുകളും മറ്റു റിക്വയർമെന്റ്സ് എല്ലാം തന്നെ ഒരു ഓർഗനൈസ്ഡ് മാനറില് സംഘടിതമായി കൊടുക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് എന്താ ഹോസ്പിറ്റൽ വാർഡുകൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഡ്രഗ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റോർസുകൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് പേഷ്യന്റ് കെയറിനുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട എല്ലാത്തരം റിസോഴ്സസും എവിടെ ഉണ്ടായിരിക്കും? ഹോസ്പിറ്റൽ വാർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതായത് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും എന്തിലുണ്ടായിരിക്കും? ഹോസ്പിറ്റൽ വാർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു ഓർഗനൈസ്ഡ് മാനറിലായിരിക്കുള്ളൂ അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ദീസ് ആർ ദ പർപ്പസ് ഓഫ് ഹോസ്പിറ്റൽ വാർഡ്സ്. എന്തൊക്കെയാണ് അതിന്റെ പർപ്പസ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കാനായിട്ട് നമ്മൾ വാർഡുകൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ്സിന് അല്ലെ, ടീച്ചിങ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്, റിസർച്ച് ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിന്, മാത്രമല്ല എന്താണ് പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്, രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് വൈദ്യ പരിചരണം നൽകുന്നതിന്. അതോടൊപ്പം തന്നെ എന്താണ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് ഓൾ അതർ സ്റ്റോർ റിക്വയർമെന്റ്സ്. അതായത് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ഉപകരണങ്ങളും ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റും എല്ലാ സ്റ്റോറുകളുടെ ആവശ്യകതകളൊക്കെ മനസ്സിലാക്കി അത് സംഘടിതമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് മാനറിൽ ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ വാർഡിന്റെ പ്രധാന പർപ്പസ് ആണ്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായുള്ളവരെ? നെക്സ്റ്റ് വൺ, കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ്. വാർഡിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് വാർഡിന്റെ ബാക്കി പാർട്ടുകൾ, മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ട്? പേഷ്യന്റ് സ്പേസ് ഉണ്ട്, നഴ്സിംഗ് സ്പേസ് ഉണ്ടാവും, കോറിഡോർസ് ഉണ്ടാവും. ഒരു വാർഡിലെ പ്രധാനപ്പെട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഘടകങ്ങൾ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ സ്പേസ് ഉണ്ടാവും, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്. കോറിഡോർസ് എന്താണ്? കോറിഡോർസ് ഓരോ വാർഡിനെയും ഡിപ്പെൻഡ് ചെയ്ത് എന്തുണ്ടായിരിക്കാം? ഇതിനിടയിലായിട്ട് ഇടനാഴികൾ അല്ലെ, വരാന്ത എന്നൊക്കെ പറയും നമ്മള്. കോറിഡോർസ് കണ്ടിട്ടില്ല നിങ്ങള്?
വരാന്ത. ഓക്കെ, ഇതാണ് മൂന്ന് കോൺസ്റ്റൻസ് ആണ് ഉള്ളത്. വാർഡിനെ സംബന്ധിച്ചിടത്തോളം 3 സ്പേസസ് എന്ന് പറയുന്നത് പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് വാർഡ്സ്. എത്ര ടൈപ്സ് ഓഫ് വാർഡ്സ് ഉണ്ട്? ജനറൽ വാർഡ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകളുണ്ട് അല്ലെ? ഓക്കെ, ജനറൽ വാർഡ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ജനറൽ വാർഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെ തരത്തിലുള്ള കേസുകളായിരിക്കും ജനറൽ വാർഡിൽ വരുന്നത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് കേസുകളായിരിക്കും ജനറൽ വാർഡിൽ വരുന്നത്? എങ്ങനെയുള്ള കേസാണ് ജനറൽ വാർഡിൽ വരുന്നത്? ഫീവർ, നോർമൽ കേസസുകളായിരിക്കും അല്ലെ? ഫീവർ, ഒരാണ് ഫീവർ അടിച്ചാൽ പിന്നെ എല്ലാവരും ഫീവർ അടിച്ചോണ്ടിരുന്നോ? ചെറിയ രീതിയിലുള്ള മൈനർ ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെ? ഓക്കെ, പനി, തലവേദന, ഛർദിൽ, വയറുവേദന, മീറ്റിംഗ്, മറ്റുതര സംബന്ധമായിട്ടുള്ള ഇനങ്ങൾ, ഇൻഫെക്ഷൻസ്, ഒക്കെ ചുമ, ഒക്കെ അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരം അസുഖങ്ങളായിരിക്കും ജനറൽ വാർഡ്സിൽ വരുന്നത് അല്ലെ? ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ എന്തായിരിക്കും? എങ്ങനെയുള്ളതായിരിക്കും വരുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കേസസുകളായിരിക്കും അല്ലെ? സ്പെഷ്യൽ കേസസുകളാണ്. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ട ഏരിയാസുകളാണ് എന്ത്? സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിള്? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, കാർഡിയോളജി, ന്യൂറോളജി ആൻഡ് ഒപ്താൽമോളജി. ഓക്കെ, യെസ്. ഗൈനക്കോളജി അറിയാലോ, മെറ്റർനിറ്റി വാർഡ്സ് അല്ലെ? ഗൈനക്കോളജി ഇത് നമ്മൾ ലേബർ വാർഡ് പഠിക്കുന്ന സമയം, ലേബർ റൂം പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ദെൻ ഓങ്കോളജി എന്തിനെ കുറിച്ച്? ഗൈനക്കോളജി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഗൈനക്കോളജി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പ്രസവം മാത്രമാണ് അവിടെ എടുക്കുന്നത് അല്ല അല്ലെ? ഗൈനക്കോളജിയില് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഗൈനക്കോളജിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഓങ്കോളജി എന്താണ്? ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്യാൻസർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അടുത്ത മെഡിസിൻസും സർജറിയുമായി ബന്ധപ്പെട്ടത്. പിന്നെ നെഫ്രോളജി എന്താണ്? കിഡ്നീസ് അല്ലെ? സ്റ്റഡി ഓഫ് കിഡ്നീസിനെ കുറിച്ചിട്ടുള്ളതാണ് നെഫ്രോളജിയിൽ വരുന്നത്. നെഫ്രോളജി ഡയാലിസിസ് അല്ലെ? ഡയാലിസിസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മള് എന്തുണ്ടാവുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്? എന്തുണ്ടാവുമ്പോഴാണ്? യെസ്, കിഡ്നി ഫെയിലിയർ ആവുന്ന സമയത്താണ് ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, യെസ്. ദെൻ കാർഡിയോളജി, അത് ഒരുമിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. കാർഡിയോളജി സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അല്ലെ? യെസ്. ഇവിടെ CTVS എന്ന് പറയുന്നുണ്ട്. CTVS എന്താണ്? കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലാർ സർജറി. കാർഡിയോ തൊറാക്കിക് ആൻഡ് തൊറാസിസ് ആൻഡ് വെസ്കുലാർ സർജറി. അതിന്റെ എക്സ്പാൻഷൻ എഴുതണം കേട്ടോ. നോട്ട് ചെയ്തേ. കാർഡിയോ തൊറാസിക് സ്പെല്ലിംഗ് പറയണോ? അറിയാമോ സ്പെല്ലിംഗ്? CTVSന്റെ സി കാർഡിയോ, ടി എന്താണ്? തൊറാസിക്. നോട്ട് ചെയ്യാം സ്പെല്ലിംഗ് നോട്ട് ചെയ്തേ. CARDIO. എത്ര എഴുതും? CARDIO. കാർഡിയോ തൊറാക്കിക്. THORACIC. Cardiothoracic and vascular. VASCULAR. Vascular surgery. Okay. Cardiothoracic and vascular surgery.
എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എന്ത് സിറ്റുവേഷൻ ആണിത്? നമ്മുടെ ഹൃദയം, നെഞ്ച് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രക്രിയകളെയും രോഗങ്ങളെയും ചികിത്സിക്കുന്ന ഒരു പ്രത്യേക മെഡിക്കൽ വിഭാഗമാണ് എന്ത്? CTVS എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അല്ലെങ്കിൽ ഇതിനെ ഹൃദയ, നെഞ്ച്, രക്തക്കുഴലുകളുടെ ശസ്ത്രക്രിയ എന്നൊക്കെ ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, കാർഡിയോ എന്താണെന്ന് അറിയാലോ? ഹൃദയമാണ് അല്ലെ? കാർഡിയോ എന്താണ്? ഹൃദയമാണ്, ഹാർട്ട് അല്ലെ? തൊറാസിസ് എന്ന് പറയുന്നത് എന്താണ്? തൊറാസിസ് നമ്മുടെ നെഞ്ച്, ശ്വാസനാളം അല്ലെങ്കിൽ ശ്വാസകോശം തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് തൊറാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ നെഞ്ച്, ശ്വാസനാളം, ശ്വാസകോശം, അന്നനാളം ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? തൊറാസിസ് എന്ന് പറയുന്നത്. കാർഡിയോ ഹാർട്ടാണ്, തൊറാസിസ് എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ച്, അതേപോലെ അന്നനാളം, ശ്വാസകോശം ഉൾപ്പെടുന്നത്. വെസ്കുലാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെസ്കുലാർ നമ്മുടെ സിരകളും ധമനികളും അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലിനെയാണ് എന്ത് പറയുന്നത്? വെസ്കുലാർ, വെസൽസ്. കേട്ടിട്ടില്ലേ? വെസ്കുലാർ എന്ന് പറയുന്നത് ധമനികൾ അല്ലെങ്കിൽ നമ്മുടെ സിരകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയത്തെയോ ശ്വാസകോശത്തെയോ നെഞ്ചിന്റെ ഏതെങ്കിലും അവയവങ്ങളെ അല്ലെങ്കിൽ അതിന്റെ രക്തക്കുഴലുകളൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ നിർണ്ണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതാണ് എന്താ? CTVS എന്ന് പറയുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഏത് സ്പെഷ്യലൈസ്ഡ് വാർഡിലാണിത്? അത് കൊള്ളാം. യെസ്, കാർഡിയോളജി. കാർഡിയോ അല്ല, കാർഡിയോളജി. ഓക്കെ, യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ന്യൂറോളജി. ന്യൂറോളജി അടുത്ത സ്പെഷ്യലൈസ്ഡ് വാർഡ് ഏതാണ്? ന്യൂറോളജി. ഇതിനെ കുറിച്ചിട്ടാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. നെർവസ് അല്ലെ? സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. Then ophthalmology. Ophthalmology എന്താണ്? കണ്ണ് അല്ലെ? സ്റ്റഡി ഓഫ് ഐ അല്ലെ? കണ്ണുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്? ophthalmology. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉള്ളത്. നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ അറിയാം? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ മറ്റേതൊക്കെ അറിയാം? ഓർത്തോപീഡിയാട്രിക്സ്, പിന്നെ പീഡിയാട്രിക്സ് അല്ലേ? പിന്നെ ഏതൊക്കെ അറിയാം സ്പെഷ്യലൈസ്ഡ് വാർഡുകള്? ന്യൂനറ്റോളജി, ഓക്കെ. ഡെന്റൽ, ഡെർമറ്റോളജി, ഓക്കെ. നെഫ്രോളജി. നെഫ്രോളജി നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഒബ്സ്റ്റെട്രിക്സ് ആണ് ഗൈനക്കോളജി അല്ലെ? പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. യൂറോളജി, ഓക്കെ, യെസ്. നമ്മളിപ്പോ പഠിച്ച എന്താണ്? സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ CTVSന്റെ എക്സ്പാൻഷൻ പഠിക്കണം. ഡെർമറ്റോളജി, CTVSന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം. ഗ്യാസ്ട്രോളജി പറഞ്ഞില്ല അല്ലെ? ഗ്യാസ്ട്രോളജി, ഓക്കെ. CTVSന്റെ എക്സ്പാൻഷൻ എന്താണ്? കാർഡിയോ, തൊറാസിസ് ആൻഡ് വെസ്കുലാർ സർജറി. മറന്നു പോകേണ്ടത്, എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ടത്. CTVSന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. അപ്പോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ഒബേറൻസ്, cardiology and CTVS, neurology, medicine and surgery, and ophthalmology. These are the specialized parts in examples. Okay, clear ആണല്ലോ? Yes. Next one, main components of ward ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു വാർഡിന്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് നമ്മൾ 4 ഏരിയാസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വാർഡിന് 4 ഏരിയ. CTVSന്റെ ഫുൾ ഫോം എത്ര പ്രാവശ്യം ടീച്ചർ പറഞ്ഞു? കാർഡിയോ, തൊറാസിസ് ആൻഡ് വെസ്കുലാർ സർജറി. കമന്റ് കിട്ടത്തിലെ കിടപ്പുണ്ട് കേട്ടോ. സ്പെല്ലിംഗ് അടക്കം ഞാൻ പറഞ്ഞതാണ്. ഇവിടെ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടോ? അതിൽ പോയി നോക്കാം കേട്ടോ. കാർഡിയോ, തൊറാസിസ് ആൻഡ് വെസ്കുലാർ സർജറി. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻസ് ഏതൊക്കെയാണ് വാർഡിന്റെ? 4 ഏരിയാസിനെയാണ് നമ്മുടെ കമ്പോണൻസുകൾ എന്ന് പറയുന്നത്.
ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. അങ്ങനെ 4 രീതിയിലാണ് നമ്മൾ ഇതിനെ കമ്പോണൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഏരിയാസിൽ ഏതൊക്കെയാണ് വരുന്നത്? പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, ക്ലിനിക്കൽ ഏരിയാസിലാണ് ആരൊക്കെ വരുന്നത്? പഠിക്കാനുള്ളതാണ്. പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓർഡർ 1 ഔട്ട് ഒക്കെ ചോദിക്കും. ഓർഡർ 1 കണ്ടെത്തുക, ചേനെ കണ്ടെത്താന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കും. ക്ലിനിക്കൽ ഏരിയയിൽ നിന്നുള്ള ഐറ്റംസ് ചിലപ്പോൾ മാറ്റി ആൻസിലറി ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കും. അങ്ങനെ മാറി വരാതിരിക്കാൻ ഇത് കറക്റ്റ് ആയിട്ട് ഓരോ ഏരിയയുടെ ഉള്ളിൽ ഏതൊക്കെ ഏരിയാസ് ആണ് പെടുന്നത് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്? പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടേഴ്സ് ആണ് വരുന്നത്. ഓക്സിലറി ഏരിയസിൽ എന്തൊക്കെ വരുന്നുണ്ട്? നഴ്സസ് റൂം ആൻഡ് ഡോക്ടേഴ്സ് റൂം എക്സെട്ര. ഓക്കെ, ഓക്സിലറി ഏരിയ, ഒരു വാർഡിന്റെ ഓക്സിലറി ഏരിയയിലാണ് നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും വരുന്നത്. ഓക്കെ, ആൻസിലറി ഏരിയാസ്, അതായത് ഹോസ്പിറ്റലിന്റെ വാർഡിന്റെ മറ്റനുബന്ധ ഏരിയാസിലാണ് എന്ത് ഉൾപ്പെടുന്നത്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. പാൻട്രി എന്ന് പറയുന്നത് എന്താണ്? പാൻട്രി എന്ത് സ്ഥലമാണ്? പാൻട്രി ക്യാൻറ്റീൻ ആണോ? ഭക്ഷണശാലയാണോ? ഡ്രസ്സോ? അതിന് ലൗണ്ടറി ആണ് ഡ്രസ്സിന്റെ ലിനൻസ് വരുന്നത് കേട്ടോ. പാൻട്രി എന്താണ്? ഭക്ഷണശാല കേട്ടോ. ദെൻ ഡേ റൂംസുകൾ ഉണ്ടാവും, ട്രോളി ബേസ് ഉണ്ടാവും, അതായത് ട്രോളികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതിനുള്ള പ്രത്യേക ഏരിയാസ്. ഓക്കെ, അപ്പൊ ആൻസിലറി ഏരിയസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഭക്ഷണശാല അഥവാ പാൻട്രി വരുന്നുണ്ട്, ഡേ റൂംസ് ഉൾപ്പെടുന്നുണ്ട്, ട്രോളി ബേ വരുന്നുണ്ട്. സാനിറ്ററി ഏരിയയിലാണ് എന്ത് വരുന്നത്? ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റീസ് വരുന്നത്. ഓക്കെ, സാനിറ്ററി ഏരിയയിലാണ് ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റീസ് വരുന്നത്. അപ്പൊ ഒരു വാർഡിനെ നമ്മളുടെ പ്രധാന മെയിൻ 4 കമ്പോണൻസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്ലിനിക്കല്, ഓക്സിലറി, ആൻസിലറി ആൻഡ് സാനിറ്ററി എന്ന് പറയുന്നത്. ക്ലിനിക്കല് വരുന്നതാണ് പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്സിലറി ഏരിയയില് നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം എക്സെട്ര. ആൻസിലറി ഏരിയയിലാണ് വരുന്നത് എന്ത്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. സാനിറ്ററി ഏരിയാസിൽ ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി ഏരിയാസ്. ഓക്കെ, ഇത് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കി. വ്യത്യാസമുണ്ട്, രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. നഴ്സിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് ഓരോ വാർഡിനും നഴ്സിംഗ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? ദെൻ അതോടൊപ്പം തന്നെ ഒരു നഴ്സിംഗ് ഏരിയ ഉണ്ടായിരിക്കും. അവരിയ്ക്കുന്നതിനകത്ത് തന്നെ തൊട്ടടുത്തൊരു ഏരിയ ഉണ്ടായിരിക്കും. ദെൻ ചിലപ്പോൾ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് നഴ്സിംഗ് റൂംസും ഉൾപ്പെടാറുണ്ട്. ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ സ്ഥല സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ സെപ്പറേറ്റഡ് ആയിട്ട് റൂംസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏരിയാസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പൊ ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? മെയിൻ കമ്പോണൻസ് പഠിച്ചു, സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന് എക്സാമ്പിള്, ഏതൊക്കെ ടൈപ്സ് ഓഫ് വാർഡ് ഉണ്ട്? ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും ഉണ്ട്. പിന്നെ ഒരു വാർഡിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 3 ഘടകങ്ങൾ, 3 പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ഓക്കെ, പിന്നെ അതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കി, ഡെഫിനിഷൻ നോക്കി. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് in good ward management. Factors involved in good ward management. ഒരു നല്ല വാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം? എന്തൊക്കെ ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം? എല്ലാ ഹോസ്പിറ്റൽ വാർഡിനും ഫസ്റ്റ് വൺ എന്തുണ്ടായിരിക്കും? ഒരു
പോളിസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അത് പാലിച്ചു കൊണ്ടുപോകുന്ന വാർഡ് തന്നെയല്ലേ ഏറ്റവും ബെസ്റ്റ് വാർഡ് എന്ന് പറയുന്നത്, ആണോ? നമുക്കറിയാലോ എല്ലാ വാർഡുകൾക്കും എന്തായിരിക്കും ഓരോ പ്രോട്ടോകോൾസ് ഉണ്ട്, അതായത് ആ വാർഡിൽ പാലിക്കേണ്ട നിയമാവലികൾ ഉണ്ടായിരിക്കും അല്ലെ. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മള് പോകുന്നതെങ്കിൽ അതൊരു ഗുഡ് വാർഡായിട്ട് നമുക്ക് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിനെ ഇൻവോൾവ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഒരു ഗുഡ് വാർഡ് ആവണമെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്രോട്ടോകോൾസുകളും പോളിസീസും നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. Next one, knowledge of all duties to be performed in the ward. Knowledge of all duties to be performed in the ward. ഒരു വാർഡില് ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരു 3-4-5 ഒരു വാർഡിന് ഡിപ്പെൻഡ് ഇല്ലേ, ഒരു വാർഡിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് അവിടെ സ്റ്റാഫുകളുടെ എണ്ണം കൂടുന്നത്. എത്ര പേരുണ്ടെങ്കിൽ പോലും എന്താണ് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ, അവരോരോരുത്തർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. ആ ചെയ്യേണ്ട ഡ്യൂട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള നോളജ് ആർക്ക് ഉണ്ടായിരിക്കണം? ഓരോ സ്റ്റാഫിനും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതായത് അവർക്ക് അവരെന്താണ് അവരുടെ റോൾസുകൾ, അവരുടെ ഡ്യൂട്ടി എന്താണ്, അത് കൃത്യമായിട്ട് അവരത് ഫോളോ ചെയ്ത് പെർഫോം ചെയ്താൽ മാത്രമേ നല്ലൊരു വാർഡായിട്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന്, എന്താണോ അവരുടെ ഡ്യൂട്ടി, അതിനെ കുറിച്ചുള്ള ഒരു നല്ല നോളജ് ഓരോ സ്റ്റാഫിനും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? Yes. Then a planned program for each day's work. A planned program for each day's work. എന്താ പറയുന്നത്? ഓരോ ദിവസം ഒരു വാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഓരോ ദിവസം ചെയ്യേണ്ട ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ ഓരോ ദിവസം ചെയ്യേണ്ട പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി പ്ലാനിങ്, വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. അത് ഒരു മൺഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൺഡേ എന്താണ് അന്നത്തെ വർക്ക്, മൺഡേ എന്തൊക്കെ കാര്യങ്ങൾ ആ വാർഡിൽ ചെയ്യാനുണ്ട്, ഓക്കെ, എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓരോ ദിവസത്തിനെ കുറിച്ചിട്ട് അല്ലെ. എന്നാൽ എന്താണ് നമുക്ക് ആ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനും ഒരു ദിവസത്തെ കംപ്ലീറ്റ് വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ, നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ടും സാധിക്കും. യാതൊരു വിധത്തിലുള്ള പെൻഡിങ് ഇല്ലാതെ ആ പ്ലാൻ പ്രകാരം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസത്തെ വർക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്, എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, beginning the day on time. Beginning the day on time. ഒരു വാർഡിന്റെ പ്രവർത്തനം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്തായിരിക്കും? വാർഡിലെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എത്ര മണിക്കാണ്? മോർണിംഗ് അല്ലെ, ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ചിലപ്പോ 5 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. 5 മണിക്ക് തുടങ്ങി അഡ്മിറ്റ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും 5 മണിയാകുമ്പോൾ നമ്മുടെ വാർഡില് എന്താണ് കറക്റ്റ് ആയിട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ എല്ലാ ഡോക്ടർ സിസ്റ്റർ വന്നിട്ട് എന്താണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സമയം മുതൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. പല പേഷ്യൻസ് 5 പേഷ്യൻസ് വാർഡിൽ ഉണ്ടെങ്കിൽ 5 പേഷ്യൻസിനെ വൈറ്റൽ സയൻസിലെല്ലാം ചെക്ക് ചെയ്യുക ആ സമയത്ത്, ടെമ്പറേച്ചർ, BP, ഞാൻ ആ ഒരു സമയത്ത് മെഡിസിൻസ് കഴിക്കാനുള്ളവരാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത്ര മണിക്കൂർ എന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവില്ലേ, ആ ഒരു സമയത്ത് കൊടുക്കുന്ന അവർക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് വെളുപ്പിന് തന്നെ എന്താണ് മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് അവരുടെ ഷിഫ്റ്റ് ചിലപ്പോൾ 8 മണി വരെ ആയിരിക്കും അല്ലെ. 8 മണിക്കായിരിക്കും പിന്നീട് അടുത്തൊരു സ്റ്റാഫ് വരുന്നത്, പിന്നീടുള്ള അവരെ ഓരോരുത്തരും ഷിഫ്റ്റ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും അതിപ്പോ 8 മണിയാണെങ്കിലും 5 മണിയാണെങ്കിലും ആ കൃത്യ സമയത്ത് തന്നെ എന്താണ് അതിന്റെ ടൈമിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, വാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് 1 മണിക്കൂറോ അരമണിക്കൂറോ വൈകുന്നതിനനുസരിച്ച് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പേഷ്യൻസിനെ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ബിഗിനിങ് ദ ഡേ ഓൺ ടൈം എന്ന് പറയുന്നത്. Then preventing interruptions, establishment of ward routine. Preventing interruptions, establishment of ward routines. നമ്മൾ preventing interruptions എന്ന് പറയുന്നത്
നമ്മൾ എന്ത് കാര്യത്തിലാണ് എന്തൊക്കെയാണ് വാർഡിൽ പ്രിവെന്റ് ചെയ്യുന്നത്? വാർഡിൽ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വാർഡിൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രൗഡ് അല്ലെ, പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിന് അല്ലെ, അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് വാർഡ് റൂട്ടിന് എതിരായിട്ടുള്ള രീതിയിൽ ഇൻട്രപ്ഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ പുറത്തുനിന്ന് അധികമായിട്ട് ആളുകൾ ചിലപ്പോൾ ഒരാളെ ഒരു സമയം ഉണ്ടാവും അല്ലെ, നമുക്ക് വിസിറ്റേഴ്സിന് അലോ ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും പ്രവേശിക്കാനുള്ള അതായത് പലതരത്തിലുള്ള നോയ്സസ് അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒരേ സമയം ഒരുപാട് ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വിസിറ്റേഴ്സ് നമ്മൾ അനുവദിക്കില്ല. ഒന്നോ രണ്ടോ പേര് മാത്രം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടും. അപ്പൊ പുറത്തു നിന്നുള്ള ആളുകളെ പ്രത്യേകിച്ച് പ്രിവെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സമയത്ത് മാത്രം എന്താണ് വാർഡ് റൂട്ടിലും പറഞ്ഞിരിക്കുന്ന അവർക്ക് അനുവദനീയമായി വിസിറ്റിംഗ് സമയം ഉണ്ട് അല്ലെ, സന്ദർശന സമയം എന്ന് പറഞ്ഞ ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മാത്രം പുറത്തു നിന്നുള്ള ഏത് വ്യക്തികളാണെങ്കിലും നമുക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല അത്തരം നിയന്ത്രണങ്ങൾ നമ്മൾ വെക്കുന്നതിന് കാരണം എന്താണ്? ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. പേഷ്യൻസിന് യാതൊരു വിധത്തിലും മറ്റു ബുദ്ധിമുട്ടുകളും പുറത്തുനിന്ന് ഏതെങ്കിലും പേഷ്യൻസ് വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം രീതിയിൽ അതൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, അവിടെ വരെ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. 5 പോയിന്റ്സ് പറഞ്ഞു, 5 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? Okay. Next one. Use of democratic methods in the establishment of ward policy. Use of democratic methods in the establishment of ward policy. എന്താ പറയുന്നത്? ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യണം വാർഡ് പോളിസികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. അതുകൊണ്ടായിരിക്കും എന്താണ് ജനാധിപത്യപരമായിട്ടുള്ള രീതികൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വാർഡ് പോളിസിയുമായി ബന്ധപ്പെട്ട്? അതായത് എൻറ്റയർ സ്റ്റാഫിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം അല്ലെ. എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് ഒരേപോലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനായിട്ട് ഇവിടെ സാധിക്കണം അല്ലെ. അതായത് ജീവനക്കാരുടെ സഹകരണം കോർപ്പറേഷൻസ് ആണ്. അതായത് വാർഡിൽ വർക്ക് ചെയ്യുന്ന എത്ര ജീവനക്കാരുണ്ടെങ്കിൽ പോലും എന്താണ് അവർക്ക് എല്ലാവർക്കും ആ വാർഡ് പോളിസി വാർഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് തയ്യാറാക്കേണ്ടത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവർക്കും എന്താണ് ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള അതായത് എന്താണ് ജീവനക്കാരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അല്ലെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് കണ്ടീഷൻസും ആയിരിക്കണം ആ ഒരു പോളിസിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, മനസ്സിലായത്? എൻറ്റയർ സ്റ്റാഫിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കേണ്ട എല്ലാവർക്കും ഒരേപോലെ തന്നെ പാലിക്കാൻ പറ്റുന്ന പോളിസീസ് ആയിരിക്കണം. പ്രത്യേകിച്ച് ജനാധിപത്യപരമായ രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കണം അവിടെ രൂപീകരിക്കേണ്ടത്. അങ്ങനെ രൂപീകരിക്കുമ്പോൾ എന്താണ് എല്ലാ സ്റ്റാഫുകൾക്കും ഒരേപോലെ തന്നെ അവിടെ പ്രവർത്തിക്കാനും അവർക്ക് മികച്ച പെർഫോമൻസുകളോടെ കാഴ്ചവെക്കാനും സാധിക്കും. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എന്താണ് അത് പാലിക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ഓക്കെ, മനസ്സിലായോ? ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ എസ്റ്റിബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി എന്ന് പറയുന്നത്
അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ തന്നെ എന്താണ് വാർഡിൽ തന്നെ ഇപ്പൊ വാർഡിലെ സ്റ്റാഫുകൾക്ക് മാത്രമായിട്ട് ചില ക്ലബുകളോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് അതായത് അവരുടെ ഡ്യൂട്ടി ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെ സഹകരണ മനോഭാവത്തിലുള്ളവർക്ക് അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രാംസും ചെറിയ നിയമാവലികളൊക്കെ ഈ വാർഡ് പോളിസിയുടെ ഭാഗമായിട്ടും രൂപീകരിക്കാവുന്നതാണ്. അപ്പൊ അവിടേക്ക് എന്താണ് എല്ലാവർക്കും ഈക്വലൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ജോലികൾ എടുക്കാനായിട്ടും അവിടെ സാധിക്കും കേട്ടോ. ഇനി എന്തെങ്കിലും തരത്തില് തർക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരുടെ ഫീഡ്ബാക്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളൊക്കെ വരികയാണെങ്കിൽ അത് അവിടെ തന്നെ തീരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കണം ആ വാർഡ് പോളിസീസുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലോ ഒരു ലോസും പോളിസീസും അവിടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. എല്ലാവർക്കും ഈക്വൽ ആകുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? പുതിയ സ്റ്റാഫുകൾ അല്ലെ, പുതിയതായിട്ട് വാർഡിലേക്ക് വരുന്ന സ്റ്റാഫുകൾ നമ്മൾ എന്താണ് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കുന്നത്? വാർഡിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് എന്താ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അല്ലെ. അപ്പൊ വരുന്ന എല്ലാ പുതിയ സ്റ്റാഫുകൾക്കും എന്താണ് നിർബന്ധമായിട്ടും നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതൊരു ഗുഡ് വാർഡ് മാനേജ്മെന്റിന്റെ മെയിൻ ഫാക്ടേഴ്സിൽ ഒന്നാണ്. ഓക്കെ, അവിടുത്തെ പോളിസീസും കാര്യങ്ങളും അവർക്ക് അറിയണമെങ്കിൽ എന്താണ് നമ്മൾ വ്യക്തമായ രീതിയിൽ അവർക്ക് അതിന്റെ അവബോധം കൊടുത്താൽ മാത്രമേ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിന് അത് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്താണ് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക. മനസ്സിലായത്? Then maintenance of a suitable environment. Maintenance of a suitable environment. ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ആണ് ഇവിടെ നിലനിർത്തേണ്ടത്. ഇങ്ങനെയൊരു എൻവയോൺമെന്റ് ആണ് ഇവിടെ നിലനിർത്തേണ്ടത്. തികച്ചും അനുയോജിതമായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെൽത്തി എൻവയോൺമെന്റ് തന്നെയായിരിക്കണം വാർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്താനും അതേപോലെ തന്നെ അധിക രീതിയിലുള്ള നോയ്സോ അല്ലെ അധിക സൗണ്ട് പൊല്യൂഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നും തന്നെ ആ ഒരു സമയത്ത് ആ വാർഡിൽ അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും വെൽ ഹൈജീനിക് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, then provision of supplies and equipment for efficient work. Provision of supplies and equipment for efficient work. എന്താ പറയുന്നത്? provision of supplies and equipment for efficient work. എന്തായിരിക്കും പറയുന്നത്? വാർഡിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ സപ്ലൈസസ് ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് തരം ജോലിയാണെങ്കിൽ പോലും എന്താണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാതരം സാധനങ്ങളും മറ്റു ഉപകരണങ്ങളും കൃത്യമായിട്ട് ആ വാർഡിൽ ലഭ്യമായിരിക്കണം അല്ലെ. പ്രൊവൈഡിംഗ് ഗുഡ് എക്യുപ്മെന്റ്സ്. എപ്പോഴും എഫിഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് തന്നെ എപ്പോഴും എന്തെങ്കിലും ഡാമേജസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തകരാറ് സംഭവിച്ച ഉപകരണങ്ങളോ സപ്ലൈസസോ ആയിരിക്കരുത് കൊടുക്കേണ്ടത്. മതിയായ രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല ഉപകരണങ്ങളും സപ്ലൈസസും മാത്രം പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ വാർഡിന്റെ പ്രവർത്തനങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ സ്റ്റാഫിനും സാധിക്കും. ഓക്കെ, യെസ്. Then clear cut doctors and nurses orders. Clear cut doctors and nurses orders. എന്താണ്? ഡോക്ടേഴ്സിന്റെയും അതേപോലെ തന്നെ നഴ്സസിന്റെയും ഉത്തരവുകൾ ഉണ്ടായാലും ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് പറയുന്ന നിർദ്ദേശങ്ങൾ ഡയറക്ഷൻസ് അല്ലെ, അതെല്ലാം ഒരിക്കലും എന്തുണ്ടാവരുത് പാലിക്കാതിരിക്കുകയാണോ വേണ്ടത്? ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും വ്യക്തമായിട്ടുള്ള ഉത്തരവുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉത്തരവുകളൊന്നും അംഗീകരിക്കാൻ പാടില്ല, പാലിക്കണം അല്ലെ. യെസ്, പാലിച്ചിരിക്കണം. ഡോക്ടേഴ്സ് പറയുന്നതിന് ആ കാര്യം സീരിയസ്നെസ് മനസ്സിലാക്കി എല്ലാ വാർഡ് മെമ്പേഴ്സും എന്താണ് അവർ പറയുന്ന ആ ഒരു ഉത്തരവുകൾ അംഗീകരിക്കുക. ഓക്കെ, ക്യാരി ഔട്ട് ചെയ്യണം അല്ലെ, ക്യാരി ഔട്ട് ചെയ്തിരിക്കണം. യെസ്. Then next one എന്താണ്? Accurate record, full records. Accurate records and full records. കൃത്യമായിട്ടുള്ള രേഖകളും പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട്സുകളും സൂക്ഷിക്കണം അല്ലെ. ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സുകളും ഫുൾ റിപ്പോർട്ട്സുകളും കൃത്യമായിട്ട് അവിടെ
വാർഡില് മാനേജ് ചെയ്യേണ്ടതാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അല്ലെ. ഒരു പിശകുകളോ മിസ്റ്റേക്സുകളോ ദിവസമോ ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് എല്ലാ റിപ്പോർട്ട്സുകളും ആക്യുറേറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക. ഓക്കെ. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് all staff members. Maintenance of high morale among all staff members. What is morale? Morale എന്താണ്? Morale എന്ന് പറയുന്നത് മനോവീര്യം നമ്മൾ മലയാളത്തിൽ പറയും. ആ മനോവീര്യം എന്ന് വെച്ചാൽ എന്താ? കോൺഫിഡൻസ് ആണോ? കോൺഫിഡൻസ് ആണോ? യെസ്. ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും അവരുടെ ആ ഒരു മനോവീര്യത്തോടു കൂടി തന്നെ എന്താണ് ഹൈ മൊറൈൽ, അതായത് ഉയർന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസോട് കൂടി അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും സാധിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും വേണം അല്ലെ. യെസ്. ഇവിടെ എന്ത് ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കണം. യെസ്. ഒരു വാർഡില് ഏറ്റവും നല്ല സ്റ്റാഫുകളുള്ള സമയത്തല്ലേ ആ വാർഡിന് ഗുഡ് വാർഡാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. മോശമായിട്ടുള്ള സ്റ്റാഫുകളുള്ള വാർഡിനെ നമുക്ക് ഗുഡ് വാർഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. ശരി. നെക്സ്റ്റ് വൺ, establishment of good working relationship within the ward and with other associates. Establishment of good working relationships. നല്ല വർക്കിംഗ് റിലേഷൻഷിപ്സ് സംഘടിപ്പിക്കുക. ആരുമായിട്ടാണ് വർക്കിംഗ് റിലേഷൻഷിപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. എന്താ പറയുന്നത്? വാർഡിൽ മാത്രമാണോ? മറ്റ് അസോസിയേറ്റ്സുമായിട്ട് അല്ലെ. വാർഡിലും അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് മറ്റ് അതർ അസോസിയേറ്റ്സുമായിട്ടുള്ള ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്സ് നിലനിർത്തുക അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ പല വാർഡുകളുണ്ട് അല്ലെ. എന്നിരുന്നാൽ പോലും എന്താണ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരിൽ എന്താണ് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്സ് കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ക്ലിയർ? അവിടെ അവരെടുക്കുന്നുള്ളൂ കേട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് വരെ എടുക്കുന്നുള്ളൂ. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് അവിടെ വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ. നമുക്ക് മനസ്സിലായോ ഇത്രയും പോയിന്റ്സ്? ഒരു വാർഡിന് വേണ്ട ഒരു വാർഡിന്റെ ഗുഡ് വാർഡ് മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഇൻവോൾവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോവാം. എന്നാൽ ഒരു വാർഡിലുള്ള പോളിസീസും പ്രോട്ടോകോൾസും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഓരോ സ്റ്റാഫുകൾ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഓരോ ദിവസത്തിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കിയിരിക്കണം. കൃത്യസമയത്ത് തന്നെ വാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും പുറത്തു നിന്നുള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെന്റ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് സന്ദർശകരുടെ അനുവദിക്കുന്ന സമയത്ത് മാത്രം അവരെ പ്രവേശിക്കാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും എന്താണ് വാർഡ് പോളിസിയിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് സ്റ്റാഫുകൾക്ക് ഒരേപോലെ പരിഗണന ലഭിക്കുന്ന രീതിയിലുള്ള പോളിസികൾ രൂപീകരിക്കുക. പുതിയ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുത്തിരിക്കണം? നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കണം. എപ്പോഴും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വെൽ ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുക. പിന്നെ ആവശ്യത്തിന് ഒരു വാർഡിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനായിട്ട് നല്ല ഉപകരണങ്ങളും മറ്റ് സർപ്രൈസസും ആവശ്യാനുസരണം വിതരണം ചെയ്തിരിക്കണം. പിന്നെ ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും ഉത്തരവുകൾ കൃത്യമായിട്ട് പാലിക്കുക. എല്ലാത്തരം റിപ്പോർട്ട്സുകളും കാര്യക്ഷമമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെന്താണ് എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിൽ നല്ല രീതിയിലൊരു കോൺഫിഡൻസ് നിലനിർത്തുക. മറ്റ് വാർഡിനകത്തും അല്ലെങ്കിൽ മറ്റ് അസോസിയേറ്റ്സുമായിട്ടുള്ള ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് നിലനിർത്തുക. ഓക്കെ. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ചോദിക്കാട്ടോ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസമേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ക്ലാസ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ വീഡിയോ ഓൺ ആവില്ല, അല്ലെങ്കിൽ ഓഡിയോ കട്ടാവും, PDF ആണില്ല, എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. പറയുന്നത് കേൾക്കൂ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് എത്ര ചെയ്തിട്ട് 40 ആയപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത് തന്നെ. ക്യാമറ ഓൺ ആവുന്നത് കൊണ്ടാണ്
അത് ഓൺ ചെയ്യാൻ പറ്റാത്തതല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോയത് അതുകൊണ്ടാണ്. അപ്പൊ ആരും അതൊന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഓഫ് ചെയ്ത് വെക്കില്ല. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണോ അങ്ങനെ നിൽക്കുന്നത്. ഒന്നുമില്ല PDF ഷെയർ ആവില്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അറിയാവുന്നതാണ് അല്ലെ, ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാലോ. ആരും അത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അത് ഓഫ് ആക്കി വെച്ചിരുന്നു. ഓഫ് ആക്കി വെച്ചതല്ല, ഇവിടുത്തെ ടെക്നിക്കലി മിസ്റ്റേക്ക് വരുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ ആക്കുന്നുണ്ടായില്ല. പിന്നെ സമയം വൈകുന്നതെല്ലാം നോക്കിയിട്ടാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത്. ആരാണെന്നറിയില്ല, അത് പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് കാണുന്ന ആരെങ്കിലും ആയിരിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം നിങ്ങളാണോ? ഓക്കെ, യെസ്, ചോദിച്ചു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സിൽ കയറിയ കുട്ടികൾക്ക് അറിയാം. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ട് അല്ലെ. ഞാൻ പറയുകയും ചെയ്തു ഈ ക്ലാസ്സിൽ മാത്രം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ടീച്ചറിന്റെ ക്ലാസ് എന്താണ്? ട്യൂസ്ഡേയും തേഴ്സ്ഡേയും മാത്രമാണ് എന്റെ ക്ലാസ് ഉള്ളത് കേട്ടോ. ഓക്കെ, ട്യൂസ്ഡേയും തേഴ്സ്ഡേയും. പിന്നെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇല്ലാത്തപ്പോൾ മാത്രം നമ്മൾ അല്പം മാറി കയറിയിരിക്കും. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ശരി.